ഇന്ന് വന്നിരിക്കുന്നത് മാജിക്കൽ പ്രാക്ടീസിൻ്റെ ഡേ 24 അപ്പോൾ ഇതിനു മുമ്പ് ഉള്ള ഡേ 1 മുതൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പതുക്കെ ചെന്ന് നിങ്ങളതൊക്കെ കണ്ടിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഓക്കെ, വേറെ ഒന്നല്ല, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയതിനെല്ലാം നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയതിനെ നന്ദി പറയാതെ നമ്മൾ ബാക്കി എന്തും നേടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഓരോ കാര്യത്തിനും നിങ്ങൾ നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അബണ്ടൻസ് വന്നു ചേരും എന്നുള്ളത് സത്യമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് എന്തിനാണ് നന്ദി പറയേണ്ടത്? നിങ്ങൾ ഡേ 1 മുതലുള്ള ഒന്ന് കണ്ടു നോക്ക്. ഓരോ ദിവസം കണ്ടു നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതത്തിൽ ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യാം. അതിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അതുകൂടാതെ പേഴ്സണൽ സെക്ഷൻ ആവശ്യമെങ്കിൽ നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഫിയ ഷെഫീഖ്. കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മുമ്പത്തെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് മാജിക്കൽ എയർ ദാറ്റ് യു ബ്രീത്ത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ശ്വാസം എന്ന് പറയുന്നത് നമുക്ക് എത്ര അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഈ ശ്വാസം എടുക്കുന്നത് അറിഞ്ഞുകൊണ്ടാണോ? ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് കോൺഷ്യസ്ലി ശ്വാസം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും പറയും, നമുക്ക് പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ പണം ഒരുപാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പ്രശ്നവും തീർന്നു എന്നുള്ളത്. ഒരിക്കലും പണമല്ല നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നം എന്നുള്ളതാണ്. പണമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഏതെങ്കിലും ആളുകളൊക്കെ വന്നാൽ ടീച്ചർ എന്നാൽ കുറച്ച് പൈസ തായോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ഏത് ജോലിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് ആ ജോലിയിൽ കൂടുതൽ വരുമാനം നേടാനും പല വഴികൾ തുറന്നു കാണിക്കാനും ഉള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽഡ് ആവണം, അലൈൻഡ് ആവണം എന്നുള്ളതാണ്. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പല വഴികളും തുറന്നു കാണിക്കുക എന്നുള്ളത് നമ്മൾ പോലും അറിയില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളിൽ തന്നെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും, പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളിലും തടസ്സം വരുന്നതാണെന്ന്. പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യമുണ്ട്, പല സന്ദർഭവും സാഹചര്യവും വരുത്തുന്നത് നമ്മൾ തന്നെയാണെന്നുള്ളത് നമ്മൾ ആദ്യം വിശ്വസിക്കുക. നമ്മളിലേക്കൊരു മാറ്റം സൃഷ്ടിക്കുക. ചുറ്റുപാടുള്ള പല ആളുകളെയും മാറ്റം വരുത്താൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുമോ? നമ്മൾ ആരൊക്കെ മാറ്റം വരുത്തും? നമ്മൾ എത്രയോ ആളുകളെ ഒരു ദിവസം ഫേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു ദിവസത്തിൽ. ഈ എല്ലാവരെയും മാറ്റം വരുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഓരോരുത്തരെയും മാറ്റം നമുക്ക് ആദ്യം നമ്മളെ മാറ്റാം. നമ്മൾ മാറി നമ്മളുടെ ഓരോ ആക്ഷൻസും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഓരോ ശീലങ്ങളും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളുടെ ചുറ്റുപാടുള്ളവർക്കും ഒരു മാറ്റം വരുന്നുള്ളതാണ്. നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്ക്. മറ്റുള്ളവരെ എല്ലാവരെയും മാറ്റാൻ പറ്റുന്നതിന് പകരമായിട്ട് നമ്മളിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും പറ്റും. ഓട്ടോമാറ്റിക്കലി ഒരു മാസം 2 മാസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ആ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത്രയേ ഉള്ളൂ, ജീവിതം ഇത്ര ഭംഗിയാണോ, പൈസ ഉണ്ടാക്കാനൊക്കെ ഇത്ര ഈസിയാണോ. ഓരോ ദിവസവും നമുക്ക് വേണ്ട പൈസയും നമ്മളുടെ കയ്യിലേക്ക് വരും. എല്ലാ കാര്യങ്ങളും ഒരു തടസ്സമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ കിട്ടിയതിനെല്ലാം നന്ദി പറയുക എന്നുള്ളതാണ്. ഈ ശ്വാസം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ് എന്ത്? ശ്വാസം എടുക്കുക എന്നുള്ളത്. ഈ ഒരു ശ്വാസം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കിയേ. നടക്കാവുന്ന കാര്യമല്ല.
ചിന്തിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിന് നന്ദി പറയാറുണ്ടോ? അങ്ങനെ നന്ദി പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ആരും മറക്കണ്ട, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ശ്വാസത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഈ ഫോൺ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 പ്രാവശ്യം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ഒരു ഗുഡ് ഫീല് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നിങ്ങൾ 5 ടൈംസ് ഇതൊന്ന് ചെയ്തു നോക്കിയേ. ഇത് വല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇതൊന്നും ചെയ്യാൻ പറ്റാതെ എന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വേണം, എനിക്ക് വളരണം, പല കാര്യങ്ങളും നേടണം. ചിലരാണെങ്കിൽ ഞങ്ങൾക്കുള്ള ജീവിതം മടുത്ത് ഇനിയൊന്നും പ്രത്യേകിച്ചൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി. നമ്മളുടെ ഈ ഒരു ലൈഫിനെ ഭംഗിയായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. എത്രയോ കാര്യങ്ങൾ കാണാനുണ്ട്, കേൾക്കാനുണ്ട്, അറിയാനുണ്ട്, അനുഭവിക്കാനുണ്ട്. അതൊക്കെ കാണാതെയും കേൾക്കാതെയും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒളിച്ചോട്ടമാണ്. ചിലരാണെങ്കിൽ പലതും നേടാനുണ്ടെന്നുള്ളൊരു പരക്കം പാച്ചിലാണ്, എന്നിട്ടും പലതും നേടാൻ പറ്റണില്ല. സ്ട്രെസ്സ്, ടെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പൈസ കയ്യിലേക്ക് വരുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എവിടേക്കെങ്കിലും പോയാൽ മതി, എന്തെങ്കിലും അങ്ങനെ. എവിടേക്ക് പോകാനാണ്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എവിടേക്ക് പോകും? എവിടേക്കും പോകാൻ പറ്റില്ല. ഈ ജീവിതത്തിനെ ഏറ്റവും സുന്ദരമായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം. അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളെ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റും മാറ്റാൻ പറ്റും. അത് നമ്മൾ അലൈൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, നിങ്ങൾക്ക് നല്ല ചേഞ്ച് വരും എന്നുള്ളതാണ് സത്യം. അപ്പം ഇന്നത്തെ പ്രാക്ടീസ് ആരും മറക്കണ്ട. ശ്വാസം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്കും നമ്മൾ ശ്വാസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.